ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാത്സിലെ ടോപ്പിക്സ് ആയിരുന്നു. ഇപ്പോൾ ട്രിഗണോമെട്രി വരെ ഫിനിഷ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് ഏതാണ് കോർഡിനേറ്റ് ജോമെട്രിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോർഡിനേറ്റ് ജോമെട്രിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം കടക്കാം. അപ്പോൾ കോർഡിനേറ്റ് ജോമെട്രിയിൽ പറയാനുള്ളത് നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര് കോർഡിനേറ്റ് ജോമെട്രി. ഓക്കെ, കോർഡിനേറ്റ് ജോമെട്രി. അപ്പോൾ ഇത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന സ്ട്രെയിറ്റ് ലൈനിനെ കുറിച്ചാണ്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ. അപ്പം സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മളിവിടെ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഉള്ളത് റെക്റ്റാങ്കുലർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ്. ഓക്കെ, ഏതാണ് റെക്റ്റാങ്കുലർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. റെക്റ്റാങ്കുലർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ്. ഓക്കെ, ഇതെന്താണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സിസാണ് മെയിനായിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആക്സിസിൽ നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു. വൈ, ഇത് എക്സ് ഡാഷ് എന്നും ഇത് വൈ ഡാഷ് എന്നുമാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നടുവിലെ പോയിന്റ് സീറോ അല്ല ഓ. ഓക്കെ, അപ്പം രണ്ട് സ്ട്രെയിറ്റ് ലൈനുകൾ, അതൊക്കെ എക്സ് ഡാഷ് ഒ എക്സും അതുപോലെ വൈ ഡാഷ് ഒ വൈയും, രണ്ട് സ്ട്രെയിറ്റ് ലൈനുകളുണ്ട്. അത് രണ്ടും ഒരു പ്ലെയിൻ ഓഫ് പേപ്പറിൽ വെച്ചാൽ റൈറ്റ് ആംഗിളായിട്ടാണ് വെക്കേണ്ടത്. ഓക്കെ, അതിൽ ഈ ലൈനിനെ, അതായത് എക്സ് ഡാഷ് ഒ എക്സിനെ നമ്മൾ എക്സ് ആക്സിസ് എന്നും വൈ ഡാഷ് ഒ വൈനെ നമ്മൾ എന്ത് ചെയ്യും വൈ ആക്സിസ് എന്നും വിളിക്കും. ശരിയല്ലേ? അതുപോലെ ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനാണ് ഈ ഓനെ വിളിക്കുന്ന പേരാണ് ഒറിജിൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പോയിന്റ് നമ്മൾ വെക്കുകയാണ്, ഒരു പി എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇങ്ങനെ റെപ്രസെൻ്റ്. അപ്പോൾ ഇതാണ് പി. ക്ലിയർ? ഒരു പോയിന്റ് പി നമ്മളൊരു പ്ലെയിനിൽ അവിടെ വെക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ ഒരു പിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഈ പോയിന്റ് റെപ്രസെൻ്റ് എല്. അപ്പോൾ പി എൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്താണ് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, എക്സ് ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലർ ആണ് എന്ത് നമ്മുടെ പി എൽ. അപ്പോൾ ഈ പി എല്ലിൽ തന്നെ രണ്ട് ലെങ്ത്തുകൾ നമുക്ക് കിട്ടുമല്ലോ. ഏതൊക്കെ കിട്ടും? ഒന്ന് ഒ എൽ കിട്ടും, അതുപോലെ ഈ എൽ പിയും കിട്ടും. രണ്ട് ലെങ്ത്തുകൾ കിട്ടും വിത്ത് റെസ്പെക്ട് ടു യുവർ കോർഡിനേറ്റ്സ് ഓഫ് പി. അല്ലേ? ഈ ഒ എല്ലിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്, അതിനെ നമ്മൾ എക്സ് കോർഡിനേറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ ഒ എല്ലിനെ വിളിക്കുന്ന പേരാണെന്ത്? എക്സ് കോർഡിനേറ്റ്. അതുപോലെ തന്നെ എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ അതിന് വേറെ പേരാണ് അബ്സിസ. ഓക്കെ, ABSCISS, അബ്സിസ. സിമിലർലി ഇവിടെ അപ്പം ഇത് എക്സ്. ഓക്കെ, സിമിലർലി ഇവിടെ വൈ ഉണ്ട്. ഓക്കെ, ഇവിടെ വൈ കോർഡിനേറ്റ് ഉണ്ട്. ആ വൈ കോർഡിനേറ്റ് ആണ് എൽ പിനെ വിളിക്കുന്ന പേരാണ് വൈ കോർഡിനേറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ പേരാണ് ഓർഡിനേറ്റ് ഓഫ് പി എന്നാണ് അതിന് പറയാം കേട്ടോ. അപ്പം എക്സ് കോർഡിനേറ്റിനെ വിളിക്കുന്ന പേരാണ് അബ്സിസ, വൈ കോർഡിനേറ്റിനെ വിളിക്കുന്ന പേരാണ് ഓർഡിനേറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ അബ്സിസിയും ഈ കോർഡിനേറ്റും രണ്ടും കൂടി ചേർന്നതിനാണ് നമ്മൾ വിളിക്കുന്നത് കോർഡിനേറ്റ്സ് എന്ന് വിളിക്കുന്നത്. രണ്ടും കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്. ഇവിടുത്തെ പോയിന്റ് ഏതാണ്? പി. അപ്പോൾ ആ രണ്ടിനെയും കൂടി വിളിക്കുന്നവരാണെന്ത്? കോർഡിനേറ്റ്സ്. ഓക്കെ, ഇഫ് നമ്മൾ പറയുവാണ് നമ്മുടെ ഒ എല്ലിൻ്റെ ലെങ്ത്ത് ഈ എക്സ് എന്നും ഈ എൽ പിയുടെ ലെങ്ത്ത് വൈ എന്നും എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പോയിന്റില്ലേ, ഈ പോയിന്റ് പി, ഈ പോയിന്റിൻ്റെ പിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഏതിലാണ് റെപ്രസെൻ്റ് ചെയ്യുക? യു വിൽ ബി റെപ്രസെൻറ്റിങ് ലൈക്ക് എക്സ് കോമ വൈ. അതായത് ഈ ലെങ്ത്ത് എക്സ്, ഈ ലെങ്ത്ത് വൈ. അപ്പോൾ ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എക്സ് കോമ വൈ. ക്ലിയർ ആയോ? അതാണ് അതിൻ്റെ കൺസെപ്റ്റ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സും വൈയും ഡിറ്റർമൈൻ ചെയ്യുന്നത്, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇതുപോലെ തന്നെ ഈ കോർഡിനേറ്റ്സിൻ്റെ സൈനുകളെ കുറിച്ച് നോക്കാം. സൈൻസ് ഓഫ് കോർഡിനേറ്റ്സ്. ഓക്കെ, നമ്മൾ രണ്ട് ലൈന് കൊണ്ട് ആക്ച്വലി 4 ക്വാഡ്രൻ്റ് അല്ലെങ്കിൽ 4 പാർട്ട് ഉണ്ടാക്കുവാണ്. ശരിയല്ലേ? ഇതാണ് നമ്മുടെ ലൈൻസ്. ഏതൊക്കെയാണ്? ഇത് എക്സ്, ഇത് ഒ, ഇത് എക്സ്, അതുപോലെ ഇത് വൈ, ഇതെന്താണ്? വൈ ഡാഷ്. ശരിയല്ലേ? അപ്പം ഇതിലുള്ള കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? ഈ എക്സ് ഒ വൈ ആണ് നമ്മുടെ ഫസ്റ്റ് കോർഡിനേറ്റ്. അതുപോലെ വൈ ഒ എക്സ്, എക്സ് അല്ലാതെ എക്സ് ഡാഷ് ആണ്. എക്സ് ഡാഷ് ആണ് നമ്മുടെ സെക്കൻഡ് കോർഡിനേറ്റ്.
ഇത് എക്സ് ഡാഷ് ഓ വൈ എല്ലാണ് നമ്മൾ ഏത് കോർഡിനേറ്റ്, തേർഡ് കോർഡിനേറ്റ്. ഇനി വൈ ഡാഷ് ഓ എക്സിലാണ് നമ്മുടെ ഏത്, ഫോർത്ത് കോർഡിനേറ്റ്സ്. അപ്പോൾ ഇതാണ് 4 കോർഡിനേറ്റ്സുകൾ, ശരിയല്ലേ. ഇനി ഇവിടുത്തെ സൈനുകളെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടുത്തെ സൈനുകൾ ഏതൊക്കെയാണ് നമുക്കറിയാം. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഇതാണ് നമ്മുടെ പോസിറ്റീവ് ഡയറക്ഷനും ഇതാണ് നെഗറ്റീവ് ഡയറക്ഷൻ അല്ലേ. ഇത് നമ്മൾ പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ശരിയല്ല. അപ്പോൾ ഇവിടുത്തെ സൈനുകൾ ഏതൊക്കെ വരിക, ഇവിടെ പ്ലസ് പ്ലസ്, ഇവിടെയോ ഇവിടെ ഏതാ വരിക, ഇവിടെ എക്സ് ഏതാ, ആദ്യം എക്സ് ഏതാ, അപ്പം മൈനസ് പ്ലസ്, ഇവിടെ രണ്ടും മൈനസ്, ഇവിടെ ആദ്യം പോസിറ്റീവ് ഇത് പ്ലസ് എഴുതുമ്പോൾ ഇവിടെ പ്ലസ് മൈനസ്, ക്ലിയർ. അപ്പോൾ ഇങ്ങനെയാണ് കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എന്താണ് പ്ലസ് പ്ലസ്, സെക്കൻഡിൽ മൈനസ് പ്ലസ്, തേർഡിൽ മൈനസ് മൈനസ്, ഫോർത്തിൽ പ്ലസ് മൈനസ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതെന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം, അല്ലെങ്കിൽ ആ കോർഡിനേറ്റ്സ് എഴുതാൻ വേണ്ടി പറ്റണം, അതിനാണ് പറഞ്ഞത്. ഓക്കെ. അപ്പം സപ്പോസ് നമ്മുടെ കയ്യിൽ ഇവിടെ ഒരു കോർഡിനേറ്റ്, ഇവിടെ ഒരു ആക്സിസ് വരച്ചിട്ട് നമ്മളിതിൻ്റെ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാൻ പറയുവാണ്. ഓക്കെ. അപ്പോൾ ഇത് എക്സ്, ഇത് എക്സ് ഡാഷ്, ഇത് വൈ, ഇത് എന്താണ് വൈ ഡാഷ്. ഓക്കെ. അപ്പോൾ ഈ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് ഒരു പോയിൻറ്റ്സ് തരുവാണ്. ഇതാണ് നമ്മുടെ ഒറിജിൻ ഓ. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ് ഏതാ, ഒറിജിനിലെ കോർഡിനേറ്റ് 0 0 ആണ് കേട്ടോ. ഓക്കെ. ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുവാണ് പി. ഓക്കെ. ഈ പി ഇങ്ങോട്ടും ഉണ്ടാവും അതുപോലെ ഇങ്ങോട്ടും ഉണ്ട്. ഓക്കെ. സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇത് ഇങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്, ക്ലിയർ അല്ലേ. ഈ ഡിസ്റ്റൻസിനെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഈ ഡിസ്റ്റൻസിനെയാണ് എന്ത് ചെയ്യുന്നത്, വൈ എന്ന് വിളിക്കുന്നത്. സിമിലർലി ഈ ഡിസ്റ്റൻസിനെ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇതും എന്താണ് എക്സ് ആണ്, ഇതും എന്താണ് വൈ ആണ്, ക്ലിയർ. അപ്പോൾ ഇവിടെ 2 പോയിൻറ്റ്സ് ഉള്ളത്, ഒന്ന് പി ഉണ്ട് ഇവിടെ, ക്ലിയർ. അതുപോലെ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇതിനെ ഞാൻ എൽ എന്ന് മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, അതിനെ ഞാൻ എം എന്ന് മാർക്ക് ചെയ്യുവാണ്. ആ വാല്യൂസാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഓൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഓൾറെഡി, എന്താണ് 0 0 അല്ലെങ്കിൽ 0 0 ആണ് എൻ്റെ വാല്യൂ. ഈ എൽ എന്തായിരിക്കും, എല്ലിന് ഏത് ലൈൻ ഇത് മാത്രമേ ഉള്ളൂ, എക്സ് മാത്രമേ ഉള്ളൂ, വൈ ഉണ്ടോ ഇല്ലല്ലോ. അപ്പം എക്സ് 0, ശരിയല്ലേ. ഈ എമ്മിൻ്റെ കാര്യം എന്താ, എമ്മിന് ഏത് മാത്രമേ ഉള്ളൂ, വൈയേ ഉള്ളൂ, എക്സ് ഇല്ല ആ പോയിൻ്റ് അല്ലേ. അപ്പോൾ 0 വൈ. ഈ പോയിൻ്റ് പി ആണ് നമ്മളെന്ന് പറയുന്നത് 2 പോയിൻറ്റ്സ് ഉള്ളത്, അത് എക്സും ഉണ്ട് ലെങ്ത്ത് വൈയും ഉണ്ട്, ശരിയല്ല. കാരണം ഈ ആക്സിസിൽ ഇവിടെ വൈ എക്സ് ഇല്ലല്ലോ, എക്സിൻ്റെ ലെങ്ത്ത് 0 അല്ലേ. ഈ ആക്സിസിൽ നോക്കുമ്പോൾ വൈൻ്റെ ലെങ്ത്ത് ഇല്ലല്ലോ, അത് 0 അല്ലേ. ഓക്കെ. ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ പറഞ്ഞു എത്രയാണ്, 0 0. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോർഡിനേറ്റ്സ് ഫിക്സ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ. ഇനി അടുത്ത തൊട്ടാണ് നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ഫോർമുലാസ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഗിവൺ പോയിൻറ്റ്സ്. 2 പോയിൻറ്റ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതാണ് ചോദ്യങ്ങൾ. ഓക്കെ. അപ്പം ഇതും നമ്മളൊരു കോർഡിനേറ്റ് പോലെ തന്നെ വരച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് എക്സ്, എന്താണ് വൈ, ഇത് ഒ. അപ്പോൾ ഇതിൽ ഇവിടെ 2 ലൈനുകൾ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ. ഇതൊക്കെ സ്ട്രെയിറ്റ് ലൈനാണ്, ഇത് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ആയി പോകുന്നതാണ്. ഓക്കെ. അപ്പോൾ സപ്പോസ് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് ഇത് എം, ഇത് എൻ, ഇത് ആർ, ഇത് പി, ഇത് ക്യൂ. ഓക്കെ. ഈ പോയിൻറ്റിനെ x1 y1 എന്നും ഈ പോയിൻറ്റിനെ x2 y2 എന്നും നമ്മൾ എന്ത് ചെയ്യുകയാണ്, അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ വാട്ട് ഹാപ്പൻസ്, നമ്മൾ ലെറ്റ് യുവർ പോയിൻറ്റ് പി എന്ന് പറയുന്നത് എന്താണ്, x1 y1 ഉം നമ്മളെ പോയിൻറ്റ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്, x2 y2 നമുക്ക് തന്ന പോയിൻറ്റ്സ്. അങ്ങനെ നമ്മൾ പി ക്യൂവിനെ ജോയിൻ ചെയ്തിട്ടാണ് വരക്കുന്നത്. ഓക്കെ. അതുപോലെ നമ്മൾ പി എമ്മും ക്യൂ എന്നും നമ്മൾ എന്ത് ചെയ്തു, എക്സ് ആക്സിന് പി എമ്മും ക്യൂ എന്നും എക്സ് ആക്സിന് പർട്ടിക്കുലർ വരച്ചു അല്ലേ. അപ്പം നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ, നമ്മളിവിടുത്തെ ലെങ്ത്ത് ഒ എമ്മിൻ്റെ ലെങ്ത്ത് എത്രയാണ്, അതായത് ഒ എം എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്ത് എത്രയാണ്, അതായത് ഈ പോയിൻ്റ് പി ആണല്ലോ, അപ്പോൾ ഈ ലെങ്ത്ത് എത്രയാണ്, x1, ശരിയല്ലേ. അതുപോലെ നമ്മുടെ എം പിൻ്റെ ലെങ്ത്ത് എത്രയാണ്, എം പി എന്ന് പറഞ്ഞാൽ ഇത് എത്രയാണ്, വൈ കോർഡിനേറ്റ് അല്ലേ, അപ്പോൾ എത്രയാണ്, y1, ശരിയല്ലേ. അടുത്തത് നമ്മുടെ ഒ എൻ എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെ വരും, ഈ മൊത്തം ലെങ്ത്ത്
ഓക്കെ. ആ ഒ എൻ ആണ് ആര്? ഈ x2 ശരിയല്ലേ? ഇതാണ് നമ്മുടെ x2, ഇതാണ് നിങ്ങളുടെ x1 അല്ലേ? അപ്പോൾ ഒ എൻ ആണ് നമ്മുടെ എന്ത് x2. അതുപോലെ NR അല്ല, NR അല്ല, സോറി, NQ അല്ലേ? NQ ആണ് നമ്മുടെ എന്ത്? ഈ മൊത്തം ഡിസ്റ്റൻസ്. അപ്പോൾ എത്രയാണ്? y2. ഇതാണ് ആ ഡിസ്റ്റൻസുകൾ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് PR എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? PR. ഈ PR തന്നെയാണ് ഈ MN ശരിയല്ല? അപ്പോൾ PR എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ MN ആണ്. ആ MN എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇറ്റ് വിൽ ബി ON മൈനസ് OM ശരിയല്ലേ? ON മൈനസ് OM. ON എത്രയാ? x2 മൈനസ് x1. അതാണ് PR. അതുപോലെ QR എന്താണെന്ന് പറയും ഇതിൻ്റെ അകത്ത്? QR എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി QN മൈനസ് RN. അതായത് QN എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടോട്ടൽ y2 ആണ് മൈനസ് y1 ശരിയല്ലേ? അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഈ പറയുന്നത് മൊത്തം അല്ലേ? അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായ യു ആർ കൺസിഡറിങ് PRQ കൺസിഡർ ചെയ്തിട്ടാണ് പറയുന്നത്. PRQ പ്രകാരം PQ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? PR സ്ക്വയർ പ്ലസ് RQ സ്ക്വയർ ആണ് ശരിയല്ലേ? PR എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചത് x2 മൈനസ് y1, അതായത് QR എന്താണ്? y2 മൈനസ് y1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ ശരിയല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? PQ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ക്ലിയർ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആരാണ് PQ. ഈ PQ ആണ് ഈ ഡിസ്റ്റൻസ്. ഇതാണ് നമ്മുടെ കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസ്. ഓക്കെ. രണ്ട് പോയിൻറ്റ്സ് x1 y1 തന്ന് x2 y2 തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ഈ പറഞ്ഞ കണ്ടുപിടിച്ച സാധനം. ക്ലിയർ? അപ്പം ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ കണ്ടുപിടിക്കാനാണ് രണ്ട് പോയിൻറ്റ്സ് നമ്മൾ. അപ്പോൾ നമ്മൾ എഴുതേണ്ട ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ്. ഏതൊക്കെ പോയിൻറ്റ്സ്? നമ്മുടെ x1 y1ഉം അതുപോലെ x2 y2 തന്നു കഴിഞ്ഞാൽ ആ രണ്ട് പോയിൻ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ റിസൾട്ട്. ഈ റിസൾട്ട് പറയാൻ വേണ്ടിയാണ് അത് ചെയ്തത്. ക്ലിയർ? ആ പോയിന്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തീരും. അതുകൊണ്ടാണ് ആ പ്രൂഫ് ചെയ്തു തന്നത് കേട്ടോ. അപ്പോൾ റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ് ഫോർമുല. ക്ലിയർ? ഇതിനെ പറയുന്ന പേരാണെന്ന് ഡിസ്റ്റൻസ് ഫോർമുല. ഓക്കെ. അടുത്ത പോയിന്റ്. ഇനി ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് XY ഫ്രം ഒറിജിന് XYയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഒറിജിനിലെ XYയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ അതിൽ ഒരു പോയിന്റ് എന്തായിരിക്കും? 0 0 ആയിരിക്കും ശരിയല്ല? അപ്പോൾ റൂട്ട് ഓഫ് x2 മൈനസ് x1 എന്ന് പകരം x1 ആണ് ഒറിജിനെങ്കിൽ x1 y1 ആണ് ഒറിജിനെങ്കിൽ റൂട്ട് ഓഫ് x എന്നല്ലേ വരുള്ളൂ. അപ്പോൾ ഒരു പോയിൻറ്റിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ തന്നിരിക്കുന്ന പോയിന്റിൽ ഒരെണ്ണം 0 0 എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ ആണ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ക്ലിയർ? അതും ഒരു ഡിസ്റ്റൻസ് ഫോർമുലയാണ് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആണ്. ഓക്കെ. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. അടുത്തതും കുറച്ച് റിസൾട്ട്സ് ആണ്. റിസൾട്ട്സ് എഴുതാം. 4 റിസൾട്ട് ഉണ്ട്, അത് പഠിക്കണം. ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് which divides the coordinates of the point which divides the line joining the two given points ഏതൊക്കെ പോയിന്റുകൾ? x1, y1 and x2, y2 internally, ഈ വേർഡ് ഓർക്കുക കേട്ടോ, internally in the ratio m1 is to m2 is. നമ്മൾ രണ്ട് പോയിൻറ്റ്സ് എടുക്കുകയാണ്, ഏതൊക്കെ? x1 y1ഉം. അതേത് റേഷ്യോയിൽ? m1 m2 ഏതിൽ ഇൻറ്റേർണലി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ കോർഡിനേറ്റ്സ്, ഏതൊക്കെ കോർഡിനേറ്റ്സ് ഓഫ് പോയിൻറ്റ്സ് ആണ് ഈ രണ്ട് ലൈൻ ഈ പോയിൻറ്റിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ അതിൻ്റെ ആൻസർ പഠിച്ച് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അപ്പോൾ രണ്ട് പോയിൻറ്റ്സ് ആണ് m1 x2 പ്ലസ് m2 x1. രണ്ട് കൗണ്ടർ പാർട്ട് പോലെ എഴുതാം. m1 x2 പ്ലസ് m2 x1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഒരു പോയിൻറ്റ്. രണ്ടാമത്തെ പോയിൻറ്റ്
m1y2 പ്ലസ് m2y1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ ഇതാണ് നമ്മൾ ആ പോയിൻറ്റ്സ് ഇൻറ്റേർണലി ഡിവൈഡ് ചെയ്യുന്ന പോയിൻറ്റ്സ്. അപ്പോൾ ഇൻറ്റേർണലി ആകുമ്പോൾ ഇതാണ് ഫോർമുല എന്ന് ഓർക്കുക. ഏത് m1x2 പ്ലസ് m2x1 ഡിവൈഡ് ബൈ m1 പ്ലസ് m2, അതുപോലെ m1y2 പ്ലസ് m2y1 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. ക്ലിയർ? ഇനി ഈ പറഞ്ഞ പോലെ നേരത്തെ പോയിൻ്റ്, അതായത് നമുക്ക് ഈ ലൈനിനെ പി ക്യു എന്ന് വിളിക്കാം, കാരണം പിയും ക്യൂയും ജോയിൻ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇതേ പോയിൻറ്റ്സിനെ തന്നെ നമ്മൾ ഇപ്പോൾ ഇൻറ്റേർണലിയാണ് ചെയ്തത്. ഇങ്ങനെ എക്സ്റ്റേണലി നമ്മൾ എന്ത് ചെയ്യുവാണ്, ഒരു ലൈൻ ജോയിനിങ് പോയിൻറ്റ്സിനെ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ, നേരത്തെ ഇൻറ്റേർണലിയാണ് പഠിച്ചത്, ഇനി എക്സ്റ്റേണലി ആണെങ്കിൽ നേരത്തെ തന്ന ഫോർമുലയിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. നമുക്ക് നോക്കാം. m1x2 മൈനസ് m2x1 ഡിവൈഡഡ് ബൈ m1 മൈനസ് m2 m1y2 മൈനസ് m2y1 ഡിവൈഡഡ് ബൈ m1 മൈനസ് m2. ക്ലിയർ? അപ്പോൾ ഇൻറ്റേർണലി ആണെങ്കിൽ ഇത് പ്ലസ്, എക്സ്റ്റേണലി ആണെങ്കിൽ നേരത്തെ ഉള്ള ഈ ഫോർമുലയിൽ എന്ത് ചെയ്താൽ മതി, ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. വേറെ മാറ്റങ്ങളൊന്നുമില്ല. സാധനങ്ങളൊക്കെ സെയിം പോയിൻറ്റ്സ് തന്നെ വരെ. ഇൻറ്റേർണലി ആണെങ്കിൽ പ്ലസ്, എക്സ്റ്റേണലി ആണെങ്കിൽ മൈനസ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് ഏതൊക്കെ പോയിൻറ്റ്സ് ആണ്, അല്ല ആ ലൈനിന് ജോയിൻ ചെയ്യുന്ന ഏതൊക്കെ കോർഡിനേറ്റ്സ് ഓഫ് പോയിൻറ്റ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ക്ലിയർ ആയോ? ഇനി അടുത്തൊരു പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ മിഡ് പോയിൻ്റ് ആണ്. മിഡ് പോയിൻ്റ്. ഓക്കെ, രണ്ട് പോയിൻറ്റ്സ് ഏതൊക്കെ, x1 y1ഉം അതുപോലെ x2 q എന്ന് പറഞ്ഞാൽ x2 y2. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സിന് മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദ്യം. സിമ്പിളാണ്. ഈ x1 x2ന് y1 y2ന് സാധനങ്ങൾ എടുക്കുക, അത് ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2. ഓക്കെ, അപ്പോൾ അതിൻ്റെ മിഡ് പോയിൻ്റ് ചോദിച്ചു കഴിഞ്ഞാൽ യുവർ റിസൾട്ട് ഈസ് x1 പ്ലസ് x2 ബൈ 2 ദെൻ y1 പ്ലസ് y2 ബൈ 2. ഇതാണ് മൂന്നാമത്തെ റിസൾട്ട്. ഏതൊക്കെ, x1 പ്ലസ് x2 ബൈ 2, അതുപോലെ y1 പ്ലസ് y2 ബൈ 2. ക്ലിയർ? അപ്പോൾ ഇത് സെക്കൻഡ് റിസൾട്ട്, ഇതെന്താണ്, ഇത് തേർഡ് റിസൾട്ട്, ഇതാണ് നമ്മുടെ എന്ത്, ഫസ്റ്റ് റിസൾട്ട്. ഇനി ലാസ്റ്റ് റിസൾട്ട് ഉണ്ട്, ഒരെണ്ണം കൂടി ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കേണ്ടതാണ്, ഫോർത്ത് വൺ. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനാണ് ചോദ്യമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിന് 3 പോയിൻറ്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ 3 പോയിൻറ്റ്സ് ഏതൊക്കെയായിരിക്കും, x1 y1 x2 y2 ആൻഡ് x3 y3 അല്ലേ. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 3 പോയിൻറ്റ്സിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്നത് അതിന് മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ അതിന് മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ്. അപ്പോൾ ശരിക്കും സെൻട്രോയിഡിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് പറഞ്ഞാൽ, സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് the point of intersection of 3 medians. 3 മീഡിയൻസിൻ്റെ ഒരു ഇൻ്റർസെക്ഷനാണ് നമ്മുടെ എന്ത്, സെൻട്രോയിഡ്. അപ്പോൾ നമുക്കിവിടെ 3 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 3 പോയിൻറ്റ്സിൻ്റെ ഒരു ഇൻ്റർസെക്ഷൻ പോയിൻ്റാണ് നമ്മൾ എന്ത് പറയുക, സെൻട്രോയിഡ് എന്ന് പറയുക. അപ്പോൾ സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈ 3 പോയിൻറ്റ്സിൻ്റെയും ആവറേജ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഏതൊക്കെ, x1 പ്ലസ് x2 പ്ലസ് x3 ബൈ 3, y1 പ്ലസ് y2 പ്ലസ് y3 ബൈ 3. ദിസ് ഈസ് എ സെൻട്രോയിഡ് ഓഫ് 3 പോയിൻറ്റ്സ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ 4 റിസൾട്ടാണ് ഇവിടെ പഠിച്ചത്. 5 റിസൾട്ട്സ് പഠിച്ചു അല്ലേ. 2 പോയിൻറ്റ്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ആ ഡിസ്റ്റൻസ് ഫോർമുല അത് ഒറിജിനലാണെങ്കിൽ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. ഇനി കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് ലൈൻസ് ജോയിങ് 2 പോയിൻറ്റ്സ് പി ക്യു തന്ന് ഇൻറ്റേർണലി ആണെങ്കിലുള്ള ഫോർമുല m1x2 പ്ലസ് m2x1 ഡിവൈഡ് ബൈ m1 പ്ലസ് m2, അതുപോലെ m1y2 പ്ലസ് m2y1 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. ക്ലിയർ? ഇനി എക്സ്റ്റേണലി ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെയുള്ള പ്ലസ് സൈന് മാറ്റി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മൈനസ് സൈന് പുട്ട് ചെയ്താൽ മതി. ഇനി 2 ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ആണ് ചോദിക്കുന്നത്, x1 പ്ലസ് x2 ബൈ 2 y1 പ്ലസ് y2 ബൈ 2. അതുപോലെ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ട്രയാങ്കിളിന് 3 പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ 3 പോയിൻ്റ് സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി x1 പ്ലസ് x2 പ്ലസ് x3 ബൈ 3, y1 പ്ലസ് y2 പ്ലസ് y3 ബൈ 3. ഓക്കെ, ഇതാണ് നമ്മൾ അറിയേണ്ട ബേസിക് കാര്യങ്ങൾ. ഇനി നമ്മൾ സ്ട്രെയിറ്റ് ലൈനിലേക്ക് കറക്റ്റ് പോവും. അപ്പോൾ ഇത് ചോദിക്കാം, ഇതിലുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്യണം, അത് ചോദിക്കും എന്തായാലും. ഇനി സ്ട്രെയിറ്റ് ലൈൻസിലേക്ക് പോകണം. അതിന് 2.5, 2.4 പോയിൻറ്റ് സ്ലോപ്പ് ഫോം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഫോമുകളുണ്ട്. അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം.
ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വിൽ ബി സീയിങ് നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.